ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സിങ്കിലൊക്കെ പ്രത്യേകിച്ച് രാവിലെ എണീച്ച പാടൊക്കെ നമുക്കൊരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ സിങ്കിലെ കറൊന്നും പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ അതിനായി നമുക്ക് നല്ലൊരു ടിപ്പ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിനായി ഞാനത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ഇത്രയും കല്ലുപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അലിയാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇളം ചൂടോടെ തന്നെ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രാത്രി നമുക്ക് അതൊന്ന് സിങ്കിൽ ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ വയ്ക്കാൻ. പിന്നെ നിങ്ങളത് വെള്ളം തുറന്നിടരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലുള്ള ചെള്ള്, പാറ്റ, അതുപോലെ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ നാരങ്ങ കൊണ്ട് ചെയ്യുന്നത്. നാരങ്ങ ഒരു പകുതിയായി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നാരങ്ങ ഒരു പകുതിയായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പുപൊടിയാണ് വേണ്ടത്, കല്ലുപ്പല്ല, ഉപ്പുപൊടിയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നാരങ്ങയിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ സിങ്കിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതായത് സിങ്കിൻ്റെ ഏത് വക്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കറകളും നമ്മുടെ സിങ്കിലുള്ളതൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഈ വക്കിലൊക്കെ നല്ല കറകളുണ്ടാകും. അതൊക്കെ നമുക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ നന്നായി ഒന്ന് തേച്ചെഴുതി കൊടുക്കുക. ഉപ്പ് നമ്മൾ വിചാരിക്കുന്ന മാതിരി നിസ്സാരക്കാരിലൊന്നല്ല, കറിയിൽ മാത്രമല്ല കേട്ടോ ഇടാൻ പറ്റുക. കണ്ടോ, ഇതുപോലെയുള്ള ഉപകാരങ്ങളൊക്കെ ഉപ്പ് കൊണ്ടുണ്ട് കേട്ടോ. ഉപ്പും നാരങ്ങയും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ധാരാളം ഉപയോഗങ്ങളാണുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഈ വക്കിലൊക്കെ നല്ല ഒരു തരം കണ്ടോ ചളി പോലെ ഉറച്ചു പോയതാണ്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് കഴുകുമ്പോഴൊന്നും അങ്ങനെ പോവില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതുകൊണ്ട് നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ഉണ്ടോ, ഇത് നമുക്കൊന്ന് കഴുകിയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ഷൈനിങ്, ഒരു ഗ്ലേസിങ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ നല്ല ഷൈനിങ് ആവാനും നല്ല തിളക്കമുള്ളതാവാനും നമ്മൾ സിങ്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഉപ്പുപൊടിയും നാരങ്ങയും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഉപ്പിട്ട തിളപ്പിച്ച വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിച്ചണിലെ ബാഡ് സ്മെല്ല്, സിങ്ക് കൊണ്ടുണ്ടാകുന്ന ഈ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ. വീട്ടിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.